അതെ, നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കാറുണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരുപാട് ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ അത് പലതും നമുക്ക് ദേഷ്യം വരുത്തുക എന്നതിനേക്കാൾ ഉപരി ഒരുമാതിരി ഒരു ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാക്കും ഇങ്ങനെ ആൾക്കാർ ഉപദേശിക്കുമ്പോൾ. പക്ഷെ ചിലപ്പോൾ ചിലർ അറിയാണ്ട് പറഞ്ഞുള്ള ചില കാര്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില വാക്കുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര സമയത്ത് സ്റ്റേജിൽ കയറിയ അന്നേ ഒരു ഡാൻസ് കളിച്ചില്ല കേട്ടോ. ഞാൻ സയൻസ് ബാച്ചിലാണ് പഠിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഗേൾസ് ഭയങ്കര കൂടുതലും ബോയ്സിനാണ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നത്. ആകെ 18 ബോയ്സ് എങ്ങാണ്ട് അത് ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നത്. സോ ഒരു ഫ്രഷേഴ്സ് ഡേ വന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ അത്യാവശ്യം നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയുന്ന നമ്മുടെ സുഹൃത്ത് അവൻ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പരിപാടി ഇറക്കണ്ടേ, നമുക്കൊരു ഡാൻസ് ഇറക്കണ്ടേ. കേട്ട പാതി കേൾക്കാത്ത മതിയോ, പിന്നെ നമുക്ക് ഇറക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടി കയറി ചെന്നു. ആക്ച്വലി ഒരു 18 ബോയ്സ് ഉള്ളതിൽ ഒരു 5-6 പേര് അപ്പം തന്നെ നോ പറഞ്ഞു പോയി. ബാക്കി 12 പേരുള്ളതിൽ 8 പേരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പ്രാക്ടീസിന്റെ സമയത്ത് എത്തിയത് ആകെ 3-4 പേരാണ്. 3-4 പേരെ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ബാക്കി ഒരുപാട് പേര് അവിടെ കാണാണ്ടായിരുന്നു ക്ലാസ്സിലെ. എന്നുവെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഒരുപാട് പേരുണ്ട്. ആക്ച്വലി ഈ ഒരു സമയത്ത് മറ്റുള്ളവർക്ക് കുറച്ച് എന്തെങ്കിലും കളിക്കാറിയെങ്കിലും എനിക്കൊരു തേങ്ങ അറിയത്തില്ലായിരുന്നു. അവര് സ്റ്റെപ്പ് ഇടുന്ന സമയത്ത് ഞാൻ കാണിക്കുന്ന വേറെ എന്തൊക്കെയോ കോപ്രായങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ചിരിക്കാനുള്ള ഒരുപാട് ഫണ്ണായിട്ടുള്ള ടൈം ഉണ്ടായി എന്നുള്ളതാണ്. ആൻഡ് ഹോണസ്റ്റ്ലി എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി എന്നെ കൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഡാൻസ് കളിക്കാൻ അറിയാവുന്ന ഇതിനുവേണ്ടി ഇനീഷ്യേറ്റ് എടുത്തൊരു സുഹൃത്തുണ്ട്. അവനോട് പറഞ്ഞു, എടാ എന്നെ കൊണ്ട് നടക്കൂല, എന്നെ കൊണ്ട് കളിക്കാൻ പറ്റൂല, എനിക്ക് കളിക്കാൻ അറിയത്തില്ല, ഞാൻ വന്നോ നമ്മുടെ മൊത്തം പരിപാടി കൊള്ളാവും, ഞാനില്ല, നിങ്ങൾ കളിച്ചോ എന്ന് പറഞ്ഞു. അന്ന് അവൻ എന്നെ പിടിച്ചെടുത്ത് അവൻ എന്തൊക്കെയോ പറഞ്ഞു. കൂട്ടത്തിൽ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു ഇങ്ങനെ, എടാ ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു നമ്മൾ ചിന്തിക്കാതെ ഇരുന്നാൽ നമുക്ക് കുറെ അടിപൊളിയായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൻ പറഞ്ഞു പോയ കൂട്ടത്തിൽ പറഞ്ഞൊരു സംഭവം മാത്രമേ ഇരുന്നു, പക്ഷേ ഇറ്റ്സ് സംതിങ് ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ അല്ലേ. ഞാൻ പിന്നെ ആലോചിച്ചു, ശരിയാണല്ലോ. അത് ആ ഒരു സാധനം എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. ഞാൻ പിന്നെ എന്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, നല്ലോണം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ കൂട്ടത്തിൽ കുറച്ച് പേർക്ക് അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ അറിയാം. അപ്പോൾ അവർ കളിക്കുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ടും ഞാൻ വീണ്ടും പോയിട്ട് പ്രാക്ടീസ് ചെയ്യും. അവരെനിക്ക് പറഞ്ഞു തരും, ഇങ്ങനെ കളിക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞുതരും. അങ്ങനെ അന്ന് ഡാൻസിന്റെ ദിവസം എത്തി. നമ്മൾ ഡാൻസ് കളിച്ചിറങ്ങിയപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എടാ അടിപൊളിയായിട്ടുണ്ട് കളിച്ചെന്ന് പറഞ്ഞു. അയാൾ ട്രോളല്ലേ, ഓക്കെ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഐ വാസ് ലൈക്ക് വാവ്. ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. പിന്നീട് ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞു കിടിലുമായിട്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഫീലിംഗ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ആ ഒരു സമയത്ത് ഇവർ നമ്മളെ പഠിപ്പിച്ചാണ് കയറുന്നത്. പക്ഷെ നമ്മൾ കളിച്ചത് നമുക്ക് കിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ, ഇറ്റ് വാസ് സോ കൂൾ ആൻഡ് വണ്ടർഫുൾ ആക്ച്വലി. പിന്നീട് ഒരുപാട് സ്ഥലത്ത് ഈ ഒരു സാധനം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ക്രൗഡിൽ എനിക്ക് ചാടി കളിക്കാൻ മടി, ഒബ്വിയസ്ലി ഒരു ഇൻട്രോവേർട്ട് കൈൻഡ് പേഴ്സൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ക്രൗഡായിട്ടുള്ള ഏരിയ പോയി നിൽക്കാനോ ഡാൻസ് കളിക്കാനൊക്കെ മടിയായിരുന്നു, അല്ലെങ്കിൽ ചാടി കളിക്കാനോ മടിയായിരുന്നു. ഒരു പാട്ടിട്ട് എല്ലാവരും ചാടി കളിക്കുമ്പോൾ. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളല്ലാന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഇവർ ചിന്തിക്കുന്നത്, ഇവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കുന്നത് ഞാൻ ബോധറാവണമെന്ന് ഉദ്ദേശിച്ച് ചാടി കളിക്കണം. ഇനി എന്തോ ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് ആരും പോകാതിന് കാരണം എന്താ, നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടുന്നുള്ള ആ ഒരു ചിന്താഗതി കാരണല്ലേ. ഞാൻ ചിന്തിക്കും, ഓക്കെ ഞാൻ പോയി പറയാം. എൻ്റെ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവർക്ക് അറിയാം ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത്. എൻ്റെ സുഹൃത്തുക്കളല്ല എന്നുണ്ടെങ്കിൽ ഇവെന്തോ അവരെന്ത് ചിന്തിക്കുന്നതിന് ഞാൻ ബോധറാവണം. അപ്പം അതൊക്കെ നമുക്ക് ശരിക്കും ഒരു എക്സ്ട്രാ പോയി പറയാനുള്ളൊരു സംഭവം നമുക്ക് കിട്ടില്ല. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഈ ഒരു സാധനം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പലതും ചെയ്യാൻ വേണ്ടിയിട്ട് മടിച്ചു നിൽക്കുന്ന സമയത്ത് ഈ ഒരു സാധനം വരുമ്പോൾ ചെയ്യാലോ എന്നുള്ള ആ രീതിക്ക് നമ്മൾ ഇറങ്ങാൻ പറ്റി എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അഡ്വൈസ് ലഭിച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഹോപ്പ് യു ഗൈസ് ഇൻ ദിസ് വീഡിയോ. ബൈ ബൈ. I gotta take what I hate and finally make a move. I think of you and all the shit you